സത്യത്തിൽ ഈ കുരങ്ങുകളെ അക്രമകാരികളാക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് കുരങ്ങുകൾ ആക്രമിക്കുന്നതെന്ന് അറിയാമോ? ഉത്തരവാദിത്തത്തോടെ മാലിന്യം ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ നിക്ഷേപിക്കുക. അത്രയെങ്കിലും ഉപകാരം ചെയ്താൽ മതി. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഈ സ്ഥലം കാണാൻ എത്തുന്ന ടൂറിസ്റ്റുകൾ വലിച്ചെറിയുന്ന കവർ, അതിലെ ഭക്ഷണങ്ങളുടെ അംശം, ഭക്ഷണത്തിന്റെ ഗന്ധം, അതൊക്കെ സ്ഥിരമായിട്ട് കാണുകയും കഴിക്കുകയും ചെയ്യുന്ന കുരങ്ങുകളുണ്ട്. അവരെന്താ വിചാരിക്കുന്നത്? അവർ വിചാരിക്കുന്നത് എന്താവും? ഈ മനുഷ്യരുടെ കയ്യിലുള്ള കവറുകളിലെല്ലാം ഭക്ഷണമാണെന്നാവും. ഈ കവറും ആഹാരങ്ങളും മനുഷ്യൻ കൊടുക്കാതിരിക്കുമ്പോൾ കുരങ്ങുകൾ എന്ത് ചെയ്യും? അത് ആക്രമിക്കാൻ തുടങ്ങും. നമ്മൾ ഈ കുരങ്ങുകൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ആഹാരം കുരങ്ങുകൾ കഴിച്ച് അത്തരം ഭക്ഷണത്തിന് അടിമയാവും. അങ്ങനെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ കുരങ്ങുകൾ കാട്ടിൽ നിന്ന് ഭക്ഷണം കണ്ടെത്താതിരിക്കുകയും ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. അത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്കായിരിക്കും വഴി തെളിക്കുന്നത്. ഈ വന്യജീവികൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്നല്ല പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ് പോലുള്ള ആഹാരങ്ങൾ കൊടുക്കാതിരിക്കുക. അത്തരം ഫുഡ് കഴിച്ച് ഒരുപാട് കുരങ്ങുകളും വന്യജീവികളും നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും. അവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കി ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ കൊടുക്കാതിരിക്കുക.